ഹലോ ഫ്രണ്ട്സ്, സൺഡേ ഫണ്ടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് യാത്ര മിനി ഊട്ടി ന്യൂസിലാൻഡിൽ. അങ്ങോട്ടുള്ള യാത്ര റോട്ടിലാണോ കുഴിയാണോ റോഡിൽ അറിയാത്ത അവസ്ഥ. കേരളത്തിൻ്റെ ഭരണം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ പറക്കുംതളികളിൽ ഞങ്ങൾ അങ്ങനെ ഒരു വിധം അവിടെ എത്തി. ന്യൂസിലാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി പാസിന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുവിധം ഞങ്ങൾക്ക് പാസ് കിട്ടി. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. മക്കളെ, പണ്ടത്തെ മിനിയൂട്ടി ഒന്നുമല്ല ഇപ്പോഴത്തെ മിനിയൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ മിനിയൂട്ടിക്ക് തന്നെ വരണം. ദേ കണ്ടില്ലേ, ഇവിടുത്തെ ജനങ്ങളൊക്കെ നോക്കി, തിക്കും തിരക്കുമാണ്. എന്തായാലും ഞങ്ങളൊന്ന് കയറാമെന്ന് കരുതി. കുട്ടികളി മക്കളെയൊക്കെ കൊണ്ട് പൊറുക്കിയെടുത്ത് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ മക്കളെ പൈസ ഇങ്ങോട്ട് കരുതിക്കോളി. അപ്പോൾ അതേ ഞങ്ങളിതാ മുകളിലെത്തിയിട്ടോ, വ്യൂ പോയിൻ്റ് കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിങ്ങനെ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ചലോ പോന്നോളൂ. എൻ്റെ കൂടെ പിന്നെ ബാക്കിലൊരു വാലായിട്ട് ഒരാളുണ്ട്. ഇതേ എൻ്റെ കൂടെ പോരാട്ടോള്. അപ്പം എന്നാൽ നിങ്ങളും കാണാം, നമുക്കിതിൽ കാണാം. എടീ അങ്ങോട്ട് നോക്കിയേ, ഒരു പറക്കും തളിക ദേ അങ്ങോട്ട് പോണ്. അതെന്താടി സാധനം? അങ്ങോട്ടും പോയ സ്പീഡിൽ തന്നെ ഇതാ ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ. അതാണ് പൊട്ടത്തിയ റോപ്പ് വേ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണേ. അതിന് ഈ എപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വന്നത്? ഞാൻ കരുതി ആ പറക്കുംതളി കണ്ടപ്പോൾ കരുതി മിനിയൂട്ടി വരുന്നവരൊക്കെ അങ്ങോട്ട് ചന്ദ്രനക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾ കരുതിയിട്ടുണ്ടോ അവിടെ എന്താ സർക്കസ് നടക്കുകയാണെന്നോ? ഇത് സർക്കസ് ഒന്നുമല്ല മക്കളെ, ഇതാണ് ഒരു ഒന്നൊന്നര കാഴ്ച. അതിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്ക് ഇവിടുത്തെ മിനിയൂട്ടിയിലുള്ള പച്ചപ്പ് നിറഞ്ഞ ഗ്രാമം മൊത്തം കാണാം. എത്ര മനോഹരമായ കാഴ്ചകൾ വേറെ എവിടെ കാണാൻ കിട്ടും? വേറെ ലെവലാട്ടോ മിനിയൂട്ടി. എടീ ഇതേ നോക്ക്, ആ പറക്കുംതളിക്കത് വീണ്ടും പോകുന്നു. ഇതാ ഞങ്ങളിപ്പോൾ അതാ മീനിനെ പിടിച്ചാൽ വേണ്ടി വന്ന ചൂണ്ടലെടുത്തിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ചൂണ്ടലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായത്. നമ്മളെ തലൻ്റെ മുകളിൽ കൂടെ വിമാനം പറക്കണമല്ലോ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ മീൻ പറക്കണം കൂടി കാണാട്ടോ. ദേ നോക്കിയേ, എൻ്റെ ഉമ്മ അതാ മീൻ പിടിച്ചാൽ നോക്കണം. അത് കിട്ടൂലമ്മ, അതവിടെ ഒട്ടിച്ചേക്കാണ്. അത് നമ്മളെ തലേൻ്റെ മേലെ കൂടെ അങ്ങനെ പോവുകയാണ്. മീൻ കൊതിച്ചുണ്ട് എൻ്റെ കൂടെ. ഓളാണ് ഈ ചൂണ്ടലെടുക്കായിട്ട് ഓൾക്ക് ഭയങ്കര സങ്കടം. ചൂണ്ടൽ കൊണ്ടുവന്നിട്ടില്ലാറിനാണ്ട് നടക്കുകയാണ് പോള്. അങ്ങനെ മക്കളെ ഞങ്ങൾ മീനിനൊക്കെ കണ്ടു കേട്ടോ. കാരണം മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര മീൻ കൊതിച്ചിയാണ്. പക്ഷെ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മൾ ആ പറക്കുംതളികയിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും കയറിയിട്ടോ മക്കളെ ആ പറക്കുംതളികയിൽ. എൻ്റെ കൂടെ എൻ്റെ വാലായിട്ടുള്ളവളുണ്ട് എൻ്റെ ഒപ്പം. പക്ഷെ ഭയങ്കര പേടിയാട്ടോ അവൾക്ക്. എനിക്ക് തോന്നി ചില നേരത്തെ നിന്ന് എടുത്തിട്ട് താഴത്തേക്ക് എടുത്തിട്ടാലോ എന്ന്. എന്നാലും ആൾ പാവാട്ടോ. ഞാനും അവളെ മോള് എൻജോയ് ചെയ്തു. പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലായിടത്തും എൻ്റെ കൂടെ വലിഞ്ഞു കയറും. കണ്ടാൽ തോന്നുന്നു ഒടുക്കത്തെ ധൈര്യമാണ് അവിടെ. അങ്ങനെ ഞങ്ങളും ചന്ദ്രനിലൊക്കെ ഒന്ന് പോയി വന്നു കേട്ടോ. അങ്ങനെ താഴെ നല്ല DJ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളും തന്നെ കുറച്ചൊന്ന് തുള്ളാന്ന് കരുതി അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി. ഗായ്സ്, ഓള് 2 സ്റ്റെപ്പ് ഇട്ടിന് കേട്ടോ. മോണിക്ക കളിക്കുന്ന കണ്ടിട്ട് ഞാനോട് സൈക്കിൾ ഔട്ടാണോ എന്ന് കരുതി. സ്റ്റെപ്പ് ഏതാ സൈക്കിൾ ഏതാന്ന് മനസ്സിലാകണില്ല. പിന്നെ നമ്മളിതേ കണ്ടതൊരു മൃഗത്തിനെ കേട്ടോ. അതേ മാറ്റി ഒരുക്കിയിരിക്കുന്ന ഒരു മണവാളൻ ചെക്കനെ. അടിപൊളി സുന്ദരനായിട്ടുണ്ട്. ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ കിളിനെ പിടിക്കാനാണ് പോയത്. അവളുടെ കയ്യിൽ കുറച്ച് അരിമണിയൊക്കെ എടുത്ത് കിളിനൊക്കെ ഭക്ഷണം കൊടുക്കാനിങ്ങനെ പോയി. കൂടെ ഞാനും പോയി. എന്തായാലും ഒരു കൈ നോക്കാതെ അവർ നമ്മളെ തലയിലും കയ്യിലൊക്കെ വന്നിരുന്നപ്പോൾ ചെറിയൊരു പേടി എനിക്കുണ്ട്. അവൾക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഫോട്ടോ വീഡിയോ എടുക്കാൻ അവൾ ഏത് വേഷം കാട്ടാനോ അവൾ റെഡിയാട്ടോ. പിന്നെ നമ്മൾ ഫിഷിനെ കാണാനാട്ടോ പോയത്. അപ്പോൾ കയ്യിൽ കുറച്ച് തീറ്റയൊക്കെ എടുത്തിട്ട് ഫിഷിൻ്റെ അക്വേറിയത്തിലൊന്ന് കൈയിട്ട് കൊടുത്തു. അപ്പോൾ മക്കളെ കണ്ടില്ലേ, എൻ്റെ അടുത്തേക്ക് കൂടുതൽ വരുന്നത്. ഞാൻ മീൻ കൊതിച്ചായത് കൊണ്ടായിരിക്കാം എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീട്ടിലേക്കും എടുത്താലോ. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കഴുത്തിൽ പാമ്പിനൊക്കെ ചുറ്റിയിട്ടാണ്. കണ്ടാൽ തോന്നും ഭയങ്കര ധൈര്യമാണ്. എവിടെ ഭയങ്കര പേടിയാട്ടോ. ഫോട്ടോസിന് വേണ്ടിയിട്ട് എന്ത് കോലം കെട്ടാനും ഞാൻ റെഡിയാണ്. ഇതൊക്കെ കണ്ടോ, അടിപൊളിയാട്ടോ. പക്ഷെ നല്ല പേടിൻ്റെ ഉള്ളിൽ. അപ്പോൾ മക്കളെ, ഞങ്ങളെ വീഡിയോയിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. നമ്മളെ ഫസ്റ്റ് വീഡിയോ അല്ലേ. അപ്പോൾ പല വീഴ്ചകളും വലിയ ഉയർച്ചയിലേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എത്തുക. ഒന്നെങ്കിൽ അവൾ അതിൻ്റെ ഭാഷ പഠിക്കും, അല്ലെങ്കിൽ അത് അവളുടെ ഭാഷ പഠിക്കും. ഓൾ കുറേ നേരമായി തത്തമ്മയെ പൂച്ച എന്ന് പഠിപ്പിക്കണേ. ഞങ്ങൾക്ക് ഇഷ്ടമായി ഫുഡ് കൊടുക്കണേ ഈ കിളികൾക്ക്. അപ്പം ഞങ്ങൾ രണ്ടാമതും അതിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. കയ്യിൽ കുറച്ച് ഫുഡൊക്കെ വെച്ചിങ്ങാണ്ട്. പിന്നെ അതേ രാത്രിയായി, നല്ല ഇരുട്ടായി.
8:45 സമയം. അപ്പം മക്കളെ നമ്മളെ പറക്കും തളികനോട് നമ്മൾ ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മളെ ചെമ്പും ചരക്കൊക്കെ മോറി വെച്ച് വെണ്ണീറും വാരിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, സീ യു, ഗുഡ് നൈറ്റ്.